ഡാഷ് ക്യാമിന്റെ യൂസേജ് ഫോർ വീലർ വാഹനക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് യാതൊരു ആശ്ചര്യമില്ല. വണ്ടികളുടെ ആക്സിഡന്റ്സിന്റെ എണ്ണം കൂടുതലാവും തോറും നമുക്ക് ഇതൊരു പ്രശ്നം തന്നെ ആയിരിക്കും. ഇൻഷുറൻസ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഡാഷ് ക്യാമിന്റെ റെക്കോർഡഡ് ഫുട്ടേജ് സെറ്റിൽമെന്റ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു അഡീഷണൽ ഡാഷ് ക്യാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കൂടുതലാവത്തില്ലേ? അതായത് ഡാഷ് ക്യാമിന്റെ കോസ്റ്റും ഇൻസ്റ്റലേഷൻ കോസ്റ്റ് അടക്കം. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഇഫ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റമിനകത്ത് തന്നെ ഈ പറയുന്ന ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ഉള്ള ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം വരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വളരെ പോപ്പുലർ ആയ ബ്ലോപങ്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റമായിട്ട് ഉള്ള കോസ്റ്റ് കമ്പാരിസണും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാന ഭാഗം വരെ കാണുക. Hey guys, welcome back to RS Province. നിങ്ങളിൽ ഒരുപാട് പേര് വിചാരിച്ച് കാണുമായിരിക്കും ഒരു ഡാഷ് ക്യാമും അതിന്റെ ഫ്രണ്ടും ബാക്ക് ക്യാമറയും കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ ഒരുപാട് കോസ്റ്റ് കൂടുതലാവുമെന്ന്. ഇതേപോലെ തന്നെയാണ് ഞങ്ങളും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്തായിട്ട് ഒരു ഓർഡർ കിട്ടിയിട്ട് അതിന്റെ ഫുൾഫിൽമെന്റിന്റെ ഇടയിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയത്. സിസ്റ്റത്തിന്റെ പേര് ബ്ലോക്ക്ബസ്റ്റർ സിസ്റ്റമാണ്. ബ്ലോക്ക്ബസ്റ്റർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. അൺപ്ലഗ് മാനുഫാക്ചർ ചെയ്യുന്ന അതേ സെയിം കമ്പനി തന്നെയാണ് ഈ ഒരു സിസ്റ്റം മാനുഫാക്ചറും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും വരാൻ സാധ്യതയില്ല. ബ്ലോക്ക്ബസ്റ്ററിന്റെ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഫ്രണ്ടും റെയറും HD ക്യാമറാസ് വിത്ത് DVR ആണ് വരുന്നത്. ഇത് സിസ്റ്റമായിട്ട് ചേർന്നിട്ടുള്ള ബണ്ടിലിനകത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളൊരു കോസ്റ്റ് കമ്പാരിസൺ ബ്ലോപങ്കിന്റെ സിസ്റ്റമായിട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കസ്റ്റമറിന് ഇത് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. കസ്റ്റമറിന് ഇത് അൺപ്ലഗിന്റെ അതേ സെയിം മാനുഫാക്ചർ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായിട്ട് ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തത്. ഈ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സിനെ കുറച്ചും കൂടി ഒരു നല്ലൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫീച്ചേഴ്സ് ഞാൻ ഓരോന്നായിട്ട് പറയാം. ബ്ലോക്ക്ബസ്റ്ററിന്റെ സിസ്റ്റം വരുന്നത് 9 ഇഞ്ചും 10 ഇഞ്ച് ഓപ്ഷൻസിലാണ് വിത്ത് ഫുൾ HD ടച്ച് സ്ക്രീൻ ആൻഡ് ജെന്യുവൻ ഡിജിറ്റൽ സൗണ്ട് പ്രോസസിംഗ്. 4GB റാമും 32GB ഹാർഡ് ഡിസ്ക് ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് HD ആൻഡ് ബാക്ക് HD ക്യാമറാസിലൂടെ DVR ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. സ്ക്രീനിനകത്ത് നമുക്ക് ഡ്യുവൽ സ്ക്രീൻ ഫംഗ്ഷനാലിറ്റി ഉള്ളതാണ്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഫ്രണ്ടും റെയറും ഒന്നിച്ച് കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒരു പാർക്കിംഗ് അസിസ്റ്റൻസ് ഫീച്ചർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് കൂടാതെ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി, ആപ്പിൾ കാർപ്ലേ വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ഫംഗ്ഷനാലിറ്റി ഉള്ളതാണ്. ഇപ്പോൾ ഫീച്ചേഴ്സ് കണ്ട സ്ഥിതിക്ക് നമുക്ക് മാർക്കറ്റിലെ ഏറ്റവും പോപ്പുലർ ആയ ബ്ലോപങ്കിന്റെ സിസ്റ്റമിന്റെ പ്രൈസിംഗ് ബ്ലോക്ക്ബസ്റ്റർ സിസ്റ്റമായിട്ട് പ്രൈസ് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ആദ്യമേ നമുക്ക് ബ്ലോപങ്ക് സിസ്റ്റം തന്നെ നോക്കാം. ബ്ലോപങ്കിന്റെ സിസ്റ്റം 4GB റാമും 32GB ഹാർഡ് ഡിസ്കിന്റെ സിസ്റ്റം വരുന്നത് 32,000 റുപ്പീസിന്റെ പ്രൈസ് പോയിന്റ് ആണ്. ഫ്രെയിമും കപ്ലർ ഉൾപ്പെട്ടിട്ട്. ബ്ലോപങ്കിന്റെ റിവേഴ്സ് ക്യാമറ വരുന്നത് അഡീഷണൽ കോസ്റ്റ് ഓഫ് 3,000 റുപ്പീസ് വെച്ചിട്ടാണ്. ഇത് കൂടാതെ നമ്മളിപ്പോൾ ഡാഷ് ക്യാം അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ആമസോണിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. പ്രൈസ് പോയിന്റ് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത് ഫ്രണ്ടും റെയറും ഡാഷ് ക്യാമും DVRും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് സ്റ്റാർട്ട് ആവുന്നത് ആമസോൺ ഇന്ത്യയിൽ 9,000 റുപ്പീസ് തൊട്ടിട്ടാണ് ഓൾ ദ വേ അപ് ടു അറൌണ്ട് 22,000 റുപ്പീസ്. പക്ഷെ ഞങ്ങൾ ഒരു ലോവർ സൈഡിൽ ഒരു 12,000 റുപ്പീസിന്റെ ഒരു അഡീഷണൽ കോസ്റ്റ് ആവറേജ് ആയിട്ടൊന്ന് ചെയ്തൊന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു അഡീഷണൽ 12,000 റുപ്പീസിന്റെ കോസ്റ്റ് ഇതിനകത്ത് ആഡ് ഓൺ ആവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടും റെയർ ക്യാമറ വിത്ത് DVR നമ്മൾ ഇതിനകത്ത് വാങ്ങിയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ പ്രോഡക്റ്റ് കോസ്റ്റ് ഓഫ് 12,000 റുപ്പീസ് വരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബ്ലോക്ക്ബസ്റ്ററിന്റെ സിസ്റ്റം പോലെ നിങ്ങൾക്ക് പാർക്കിംഗ് അസിസ്റ്റ് ഫംഗ്ഷന് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ഫ്രണ്ട് ക്യാമും കൂടി മേടിക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ 2 ക്യാമറ, ബാക്കിൽ 2 ക്യാമറ, ഒരു വിയേർഡ് ലുക്ക് ആയിരിക്കും നിങ്ങളുടെ വണ്ടിക്ക് വരുന്നത്. പോരാഞ്ഞിട്ട് ഈ അഡീഷണൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു ബ്ലോപങ്കിന്റെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് 47,000 റുപ്പീസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക്ബസ്റ്റർ സിസ്റ്റമിന്റെ പ്രൈസിംഗ് ഒന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 4GB റാം, 32GB ഹാർഡ് ഡിസ്ക് വിത്ത് ഫ്രണ്ട് HD ക്യാമറ, റെയർ HD ക്യാമറ വിത്ത് DVR, ഫുൾ സ്ക്രീൻ HD ഫംഗ്ഷനാലിറ്റി, ഡ്യുവൽ സ്ക്രീൻ ഫംഗ്ഷനാലിറ്റി വിത്ത് ജെന്യുവൻ ഡിജിറ്റൽ സൗണ്ട് പ്രോസസിംഗ്, പ്ലസ് നിങ്ങൾക്ക് വരുന്നത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ബ്ലൂടൂത്ത്, വോയിസ് അസിസ്റ്റന്റ് ഫീച്ചർ, ഫ്രെയിമും കപ്ലർ എല്ലാം കൂടി ഉൾപ്പെട്ടിട്ട് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമിന് വരുന്ന പ്രൈസിംഗ് 23,500 റുപ്പീസ് ആണ്. 23,500 റുപ്പീസേ ഉള്ളൂ ഈ ഇത്ര ഫീച്ചേഴ്സും കൂടി ഉൾപ്പെട്ടിട്ട്. ബ്ലോപങ്കിന്റെ സിസ്റ്റവും പ്ലസ് അഡീഷണൽ ഡാഷ് ക്യാമും DVR ആയിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2 ബ്ലോക്ക്ബസ്റ്ററിന്റെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പൈസ ഉണ്ട്. കാരണം അത് ചെയ്യുമ്പോഴത്തേക്ക് കോസ്റ്റ് ഡബിൾ ആണ് വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് ബ്ലോക്ക്ബസ്റ്റർ ആണോ താല്പര്യം അതോ ബ്ലോപങ്ക് ആണോ താല്പര്യം. നിങ്ങൾക്ക് കമന്റ് സെക്ഷനകത്ത് തന്നെ ഞങ്ങളുടെ അടുത്തൊന്ന് പറയാം. ഇത്ര പ്രൈസ് പോയിന്റ് എല്ലാം കമ്പയർ ചെയ്ത സ്ഥിതിക്ക് ഏത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നത് കമന്റ്സിൽ അറിയിക്കുക. That's all for today's video. This is Sean from RS Province signing off.